വിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ അവസരം ലഭിക്കുന്നത് ജീവിതത്തെ സ്ഫുടം ചെയ്യാനുള്ള സുവർണാവസരമാണെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും പണ്ഡിതനുമായ സി കുഞ്ഞിമുഹമ്മദ് മദനി പറപ്പൂർ അഭിപ്രായപ്പെട്ടു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനേകായിരങ്ങൾ ഹജ്ജിന് അവസരം ലഭിക്കാതെ പ്രയാസപ്പെടുമ്പോഴും എല്ലാ സൌകര്യങ്ങളും വന്നുഭവിച്ച വിശ്വാസികൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും മനസ്സും ശരീരവും അതിനായി ക്രമപ്പെടുത്തണമെന്നും അദ്ദേഹം ഉദ്ബോധിച്ചു. ഹജ്ജ് തീർത്ഥാടന സമയത്തെ വിമാന കമ്പനികളുടെ സാമ്പത്തിക കൊള്ളയ്ക്കെതിരെ നിയമനിർമ്മാണം നടത്താൻ ക്യാമ്പ് അധികാരികളോട് ആവശ്യപ്പെട്ടു. സർക്കാർ പൊതുമേഖലയിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്രയ്ക്ക് സൌജന്യ നിരക്ക് ഏർപ്പെടുത്തുന്നതിന് പകരം സ്വകാര്യ കമ്പനികളെയും കവച്ചുവെക്കുന്ന വിധം യാത്രാക്കൂലി വർദ്ധിപ്പിക്കുന്നത് അനീതിയാണ്. ദൈവപ്രീതിക്കായി നടത്തേണ്ട ആരാധനകളിൽപ്പെട്ട ഹജ്ജ് യാത്രയോടനുബന്ധിച്ച് നടക്കുന്ന അനാചാരങ്ങളിൽ നിന്ന് സമൂഹം വിട്ടുനിൽക്കണം. യാത്രയപ്പ് സംഗമങ്ങൾ വലിയ ആർഭാടത്തോടെ നടത്തുന്നതിലൂടെ ഉദ്ദേശശുദ്ധിക്ക് ഭംഗം വരുന്നതിനെതിരെ ജാഗ്രത പുലർത്തണം. ഹജ്ജിന് സെലക്ഷൻ ലഭിച്ചവരുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് ക്യാമ്പ് ശ്രദ്ധേയമായി. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ഹാജിമാർക്കായാണ് പെരിന്തൽമണ്ണയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടറിയും അരീക്കോട് സുല്ലം ഇസ്ലാം അറബി കോളേജ് പ്രിൻസിപ്പലുമായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം വിഷയാവതരണം നടത്തി. മുഹമ്മദ് സ്വാദിഖ് മദീനി ക്യാമ്പംഗങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. ആരോഗ്യ ക്ലാസിന് MES മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം തലവൻ ഡോക്ടർ വി അബ്ദുൽ ജലീൽ നേതൃത്വം നൽകി. വിസ്ഡം ജില്ലാ സെക്രട്ടറി റഷീദ് മാസ്റ്റർ കാരപ്പുറം, അബ്ദുൽ വഹാബ് സലാഹി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ഭാരവാഹികളായ PV അബ്ദുൽ ജലീൽ, അബ്ദുൽ ഖാദർ പറവണ്ണ, അബ്ദുറഹ്മാൻ അൻസാരി, അബ്ദുറഹ്മാൻ സാജിദ്, ബാബു കാളികാവ് എന്നിവർ സംബന്ധിച്ചു. വിസ്ഡം സംസ്ഥാന സമിതി സംഘടിപ്പിച്ച ഒന്നാമത്തെ ക്യാമ്പ് കരുനാഗപ്പള്ളിയിലാണ് നടന്നിരുന്നത്. മൂന്നാമത്തെ പഠന ക്യാമ്പ് മെയ് 4 ഞായറാഴ്ച കണ്ണൂരിലും നാലാമത്തേത് മെയ് 12 ഞായറാഴ്ച കോഴിക്കോടും നടക്കും. ഈസ്റ്റ് ലൈവ്, പെരിന്തൽമണ്ണ.